സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ കഴുത്തിൽ വരുൺ കിട്ടിയ ആ താലി കിട്ടിയതോടെ വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. ഇനി എന്താണെങ്കിലും സമയം കളയാനില്ല, ഉടനെ തന്നെ ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് പോകുവാണ്, രാധികയുടെ അച്ഛനെ സത്യങ്ങളെല്ലാം അറിയിക്കണം. അങ്ങനെ പറഞ്ഞ വരുൺ കടമകളത്ത് നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലെത്തുന്ന വരുണിനെയാണ് കേട്ടോ. അങ്ങനെ വരുൺ രണ്ടും കൽപ്പിച്ച് ഇന്നത്തോടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് ആ താലിയുമായിട്ട് ആറ്റുവാശ്ശേരിയിലെത്തുവാണ്. അങ്ങനെ വരുണിനെ കാണുന്നതും മുത്തശ്ശിയും യശോദയൊക്കെ പുറത്തേക്ക് വരുക. എന്താ മോനെ, എന്താ പെട്ടെന്ന്? അന്നേരം വരുൺ അവരോട് പറയുവാണ്, ഇന്നത്തോടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകും. നിങ്ങളെല്ലാവരും അച്ഛനിൽ നിന്ന് മറച്ചു വെച്ച സത്യങ്ങളെല്ലാം തുറന്നു പറയാനാണ് ഞാൻ പോകുന്നത്. ഞാൻ താലി കെട്ടിയത് എൻ്റെ രാധികയുടെ കഴുത്തിലാണെന്നും ഇനി തീരുമാനം എന്താണെന്ന് വെച്ചാൽ ദേവനാരായണൻ തിരുമേനി തന്നെ എടുക്കട്ടെ. അന്നേരം അത് കേൾക്കുന്നതും യശോദയും മുത്തശ്ശിയൊക്കെ ആകെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. യശോദയും മുത്തശ്ശിയും വരുണ തടയുവാണ്. തൽക്കാലം നീ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും ദേവൻ അറിയിക്കരുത്, അത് ദേവന് താങ്ങാൻ പറ്റില്ല. മുത്തശ്ശി, ഇനി നിങ്ങളുടെ ഈ വക ഭീഷണികളും നാടകങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആർക്ക് വിചാരിച്ചാലും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് വരണകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം യശോദയും മുത്തശ്ശിയും എന്ത് ചെയ്യുന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ ഉടനെ തന്നെ പ്രിയങ്കയെ ഫോണിൽ വിളിക്കുവാണ്. ഈ സമയം പ്രിയങ്ക ഓട്ടോയിൽ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശി വരണേ, മോളെ പ്രിയങ്ക മോളെ, ആകെ കുഴപ്പമായി, വരണിവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനോട് സത്യങ്ങളൊക്കെ പറയാൻ പോകുന്നു എന്നാണ് അവൻ വന്ന് പറഞ്ഞത്. അയ്യോ മുത്തശ്ശി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം എന്നത്തോടു കൂടി തീരുമോ? നീ സമാധാനമായിട്ടിരിക്കുക. നീ എന്താണെങ്കിലും എത്ര വേഗം ഇങ്ങോട്ടേക്ക് വാ. ഇവിടെ എന്താകും ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പിന്നീട് കാണിക്കുന്നത് ദേവൻ അങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അങ്ങനെ വരുണിനെ കാണുന്നതും ദേവൻ സന്തോഷത്തോടെ ഇതാര് വരുണോ എന്നും പറഞ്ഞ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അന്നേരം ദേവനോട് വരുൺ ചോദിക്കണേ, അച്ഛാ രാധിക എവിടെ? എന്നിട്ട് വരുൺ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ താലിയെടുത്ത് എല്ലാവർക്കും മുമ്പിലേക്ക് കാണിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് യശോദയും മുത്തശ്ശിയൊക്കെ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ഈ സമയം ആ താലി കാണിച്ചുകൊണ്ട് ദേവനോട് ചോദിക്കുക വരുൺ, അച്ഛാ ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് രാധിക എവിടെയെന്നും. വരുണിൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കുവാണ്. ദേവൻ ചോദിക്കുക, എന്താ മോൻ ചോദിച്ചത്? മോൻ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്നോ? ഇത് കേട്ട് വാപൊളിച്ച് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശിയും. അന്നേരം വരുണാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാണ്. അത് കേട്ട് വിശ്വസിക്കാനാവാതെ ആകെ തകർന്നു പോകുവാണ് കേട്ടോ ദേവൻ. ഈ സമയം ദേവൻ യശോദയോട് ചോദിക്കുവാണ്. അന്നേരം വരുണും പറയുന്നുണ്ട്, അമ്മക്കും മുത്തശ്ശിക്കും എല്ലാം അറിയാവുന്നതല്ലേ, അച്ഛനെയും കൂടി എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ അച്ഛൻ മാത്രമായിട്ട് എന്തിനറിയാതിരിക്കുന്നത്? അന്നേരം ദേവൻ യശോദയോട് ചോദിക്കണേ, യശോദേ എന്താ വരുൺ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? വരുൺ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണോ? നിങ്ങൾക്കെല്ലാം ഇതറിയായിരുന്നോ? അങ്ങനെ യശോദയും കുട്ടി നേരെ പൂജാമുറിയിലേക്ക് ചെന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ യശോദയെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്കയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് പ്രിയങ്ക ആകെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന പ്രിയങ്കയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്